നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു നാടൻ ഡിഷാണ്. ഇത് ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കുപ്പിയിലൊക്കെ നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചുമന്നുള്ളി തൊലി കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞതാണിത്. ഇനി വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇതും കൂടി നമ്മൾ ഈ ചോപ്പറിൽ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കല്ലിലാണെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം. 2 ടീസ്പൂൺ എടുക്കാം. 2 ടീസ്പൂൺ നമുക്ക് ചതച്ച മുളക് ചേർക്കാം. നല്ല ചൂടായ എണ്ണയിൽ ചതച്ച മുളക് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ചുമന്നുള്ളി നമ്മൾ ചോപ്പറിൽ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ചതച്ച് ചേർത്താലും കുഴപ്പമില്ല. ഇത് നമുക്ക് ടിന്നിലൊക്കെ ഇട്ട് സൂക്ഷിക്കേണ്ടതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ള വെള്ളമയമൊക്കെ മാറി നമ്മൾ കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ലതായിട്ട് മൊരിച്ചെടുക്കണം. അതിൻ്റെ ഉള്ള ഒട്ടും വെള്ളമയം പാടില്ല, അല്ലെങ്കിൽ അത് കേടാകാനായിട്ട് സാധ്യതയുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമ്മൾ ടിന്നിലിട്ട് പുറത്ത് തന്നെ വെക്കാൻ പോകുന്നതാണല്ലോ. അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ചുമന്നുള്ളിയുടെയൊക്കെ വെള്ളമയം നന്നായിട്ട് മാറണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ചൊന്ന് മൊരിച്ചെടുക്കണം. ഇത് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തീ കുറയ്ക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒന്ന് മൂത്ത ശേഷം നമ്മളിത് ചൂടുവെള്ളത്തിൽ കഴുകി വാരി വെച്ചേക്കുന്ന ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണ്. തലയും മാലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയത്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീനായതുകൊണ്ട് ഉപ്പുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയതൊക്കെയാണല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ നിർത്താം. ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിടാം, അല്ലെങ്കിൽ തേങ്ങ ചെറുവിയതാണേലും ചേർക്കാം. പക്ഷെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അധികം ദിവസം ഇരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കാത്തത്. ഞാനിന്ന് തയ്യാറാക്കിയത് ചെമ്മീൻ റോസ്റ്റാണ്. ഇതൊരു നാടൻ ഡിഷാണ്. ഒത്തിരി പേർക്കൊക്കെ തയ്യാറാക്കാൻ അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.